ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ വീടെത്തിയപ്പോൾ നേരം പരപരാന്ന് ഇരുട്ടിയിരിക്കുന്നു. പരപരാ വെളുക്കല് സാധനം. ഇന്ന് ഞാൻ വീടെത്തിയപ്പോൾ നേരം പരപരാന്ന് ഇരുട്ടിയിരിക്കുന്നു കേട്ടോ. കാരണമൊന്നുമല്ല, കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ വേറെ സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. നാളെ സൺഡേ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, പോർക്കാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, പന്നി. അപ്പോൾ ഇതിൻ്റെ എനിക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, എങ്കിലും വരട്ടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഈ 2 പീസ് 3-4 പീസൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ കൂട്ടത്തിൽ തൈരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ആകുമല്ലോ. അപ്പം ഞാനിന്ന് ഇത് വെക്കാൻ പോണത് ഈ വിറകൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ കുഞ്ഞടുപ്പിലാട്ടോ വെക്കാൻ പോണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ കറി വെക്കാൻ പോവുകയാണേ. 1 കിലോ ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു മുറിക്കാത്ത പീസാട്ടോ തന്നത്. ഇനിയിപ്പോൾ അതിനെ കഷ്ണങ്ങളാക്കി എടുക്കണം, ചെറുതാക്കിയിട്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ മേത്ത് വല്ല മുടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ ശേഷം ഞാൻ മുറിക്കാമെന്ന് വിചാരിക്കുകയാണ്. പോർക്കാണെങ്കിൽ നമ്മളിതാ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു കുക്കറിലേക്ക് മാറ്റാം. ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അലുമിനിയത്തിൻ്റെ കുക്കറേ ഉള്ളൂ, അപ്പോൾ അതിലേക്ക് മാറ്റുവാണേ, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ സ്പൂണൊന്നും ഇല്ലാതെ ഈ കുപ്പിയിൽ തന്നെ എടുത്തിട്ടാണ് കൊട്ടലാണ് എളുപ്പപ്പണിക്ക് ഒരു കുഞ്ഞു കുപ്പിയിലാക്കി വെക്കുക ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു അളവിന് അങ്ങ് ഇട്ട് കൊടുക്കാനിട്ടാ ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം. കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഇടുന്നത് പൊടിയുപ്പാണ്. കല്ലുപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയുപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിക്കപ്പിന് 1 കപ്പ് വെള്ളവും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ചേർക്കണില്ല. 1 കപ്പ് വേണ്ട, ഒരു 3/4 വെച്ചപ്പോൾ തന്നെ അത് ഇത്രയും ആയിട്ടുണ്ട്. അപ്പം ഇനി അതിൽ കിടന്നത് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരട്ടെ. അപ്പോൾ അതവിടെ കിടന്ന് വിസിലൊക്കെ വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. ആദ്യം പൊടികളൊക്കെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാമേ. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇത് പോർക്ക് മസാല തന്നെയാണ്. പിന്നെ ഇത് മല്ലിപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല, പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്. ഇത് പെരിഞ്ജീരകം ഒന്നിങ്ങനെ ചതച്ചത്. ഇത് രണ്ടും അവസാനം ചേർത്തി കൊടുക്കണുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടാ. പൊടികളെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കറുത്ത നിറം ആവും വരെയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഇങ്ങോട്ട് കരിച്ചിട്ടുമില്ല. എന്നിട്ട് അതെല്ലാം വറുത്തെടുത്ത ശേഷം അതിൻ്റെ പുറത്തു കൂടിയാണ് നമ്മൾ പെരിഞ്ജീരകപ്പൊടി, അതായത് ഞാൻ ചതച്ച് വെച്ചില്ല, ആ പെരിഞ്ജീരകവും പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വറുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുക ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എനിക്ക് അതിക്ക് വേണ്ട ഉള്ളി തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഒക്കെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊന്നും പേസ്റ്റ് ആക്കാൻ നിൽക്കണില്ല, അതോട് കൂടിയിട്ട് വഴറ്റാമെന്ന് വിചാരിക്കുവാണ്. ഞാൻ എൻ്റേതായ രീതിക്കാട്ടോ ഉണ്ടാക്കാൻ പോണേ. അതുകൊണ്ട് നന്നാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും ശ്രമിച്ച് നോക്കാം. മുറ്റത്ത് വെച്ചിട്ടുള്ള ഈ വിറകടുപ്പിലാണ് നമ്മളിതെല്ലാം വെക്കാൻ പോകുന്നത്. നേരത്തെ പൊടികളൊക്കെ വറുത്തെടുത്തത് ചെറുതായി തീ കത്തിച്ചിട്ടാണ്. അപ്പോൾ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ. കത്താഞ്ഞിട്ട് നല്ല പുകയും വരുന്നുണ്ട്. കത്തുന്നുണ്ട്, എങ്കിലും നല്ല പുകയും ഉണ്ട് കേട്ടോ. ചൂടായ ചട്ടിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. എപ്പോഴും ഇതൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഉള്ളിയെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പൊടിയുപ്പ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്, കുറച്ചേ ചേർക്കണുള്ളൂ. കാരണം നേരത്തെ അത് വേവിച്ചപ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. ഒരു ഏകദേശം ഇങ്ങനെ വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ചിലരിതിൽ തക്കാളിയൊന്നും ചേർത്തില്ല കേട്ടോ, ഞാൻ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. കുക്കർ വിസിൽ ആവിയെല്ലാം പോയി നിൽക്കുന്നുണ്ടോയെന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഭാഗ്യം, ഞാൻ അത്ര വെള്ളം വെച്ചത് ഭാഗ്യമായി. അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതലായില്ല കേട്ടാ.
ഞാൻ നേരത്തെ ചീനച്ചട്ടിയിൽ വറുത്ത് വെച്ച മസാല ഇല്ല, മസാലയ്ക്ക് ഞാനിതൊന്ന് കൊട്ടി കൊടുക്കുവാണേ. കുക്കറിൻ്റെ അടിയിൽ 1-2 ഉണ്ട്, കയ്യിലിട്ട് ഇളക്കി എടുക്കട്ടെ. ഇത്രയും കുക്കറിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ കുറച്ചാണ് വേവിക്കാനിട്ടപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും വെള്ളത്തോട് കൂടിയിട്ട് നമ്മളിത് വേവാനുള്ള വെള്ളമായി. പിന്നെ ഇങ്ങനെ വെള്ളമില്ലാതെ വരട്ടിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉള്ളിയും തക്കാളിയും വഴന്നിട്ടില്ല. അപ്പോൾ ഇത് അതിക്ക് കൊട്ടി കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുക്കർ തുറന്നപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മണമാണ് ഇതൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം മസാലയൊക്കെ കൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മണം വരുന്നുണ്ട്. അതായത് ആ മസാലയുടെ ഒക്കെ മണം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് വരട്ടി എടുക്കണ്ടേ, അതുകൊണ്ട് ചട്ടിയിലത്തെ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം കണ്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് വേണം കറുപ്പിച്ചിട്ട് കണ്ട് എടുക്കാൻ. ഉള്ളി തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കത് ഇതിലേക്കൊന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചട്ടിയും കൊണ്ട് തന്നെ കൊട്ടുവാണേ. കോരിയിട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി 12 മണിയാവും. അപ്പോൾ ആ ചട്ടിയും കൊണ്ട് തന്നെ അങ്ങ് കൊട്ടി. ഇപ്പോൾ ഏകദേശം ഒരു കറിയുടെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി. ഇപ്പോൾ കറിയായില്ലേ. അപ്പോൾ അധികം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ആ വേവിക്കാൻ വെച്ച വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. കാരണം അത് വരട്ടി ഇങ്ങോട്ട് എടുക്കണമല്ലോ. അത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതിലൊരു സാധനം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചേർക്കേണ്ടതായിരുന്നു, ഇപ്പോൾ ചേർത്താലും മതിയിട്ടാ. കറിവേപ്പിലയാണേ. അപ്പോൾ അതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കിടന്ന് വേവട്ടെ, വെന്തു വറ്റട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാ, ഇത്രയും ഗ്രേവി ഇതിൽ വേണ്ട. അപ്പോൾ ഒന്നുകൂടിയും കുറുക്കിയെടുക്കണം. നല്ല കറുത്ത കറലല്ല കളറ് ആക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പറഞ്ഞപ്പോൾ കരളായിപ്പോയി. അതാ ഞാൻ വിചാരിച്ച പോലെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു പിടിയാണ് ഞാൻ ഇടുന്നത്. ഇത് കണ്ടോ, ഒരു പിടി നാളികേരമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നാളികേരം ഇട്ട ശേഷം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വലിയ തീയൊന്നും ഇല്ലാതെ ചെറുതായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഈ മണ്ണടുപ്പിൽ വെച്ചതും കൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഇതിപ്പോൾ അടുത്ത് വാങ്ങിയ അടുപ്പാട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭം എല്ലാം ലാഭമല്ലേ. ഇത്ര നേരം വേവാൻ വേണ്ടിയിട്ട് ഇത് എത്ര ഗ്യാസ് നമുക്ക് ചിലവാക്കണം അല്ലേ. നമ്മൾ വിറകിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇതിലാണ് വെക്കാറ്. അങ്ങനെ നമ്മുടെ കറി ഉദ്ദേശിച്ച പോലെ ആയി വന്നിട്ടുമുണ്ട്. കറി റെഡി. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കപ്പയാണ് കേട്ടോ. അതായത് കപ്പ വെറുതെ വേവിച്ചിട്ട് അതിങ്ങനെ കുത്തി ഇളക്കി, വറവൊക്കെ ഇട്ടിട്ട് കുത്തി ഇളക്കി. പിന്നെന്താ 2 പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊറോട്ടയും ഉണ്ട്. അതൊക്കെ അതിൻ്റെ കഴിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് കപ്പ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടിപ്പോയി, പക്ഷെ ഉണങ്ങുമ്പോഴേക്കും അത് കറക്റ്റാവും. എൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. വെറുതെ എല്ലാവരും പറയണേ ഞാനൊന്നും പറഞ്ഞു നോക്കിയതാട്ടോ. നമ്മുടെ കറി, പിന്നെ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നത് അത് കണ്ട് ചുരുണ്ട പോലെയായി. അപ്പം എന്നാൽ ഞാൻ കഴിക്കട്ടെ. എന്തായാലും 3-4 ദിവസം ഇനി കറിക്ക് നോക്കണ്ടല്ലോ. അപ്പം എന്നാൽ ഞാൻ കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.